അല്ല ലസ്ക നിർത്തല്ലേ? അല്ല അന്ന് ശനിയാഴ്ച അല്ലേ, നേരത്തെ ഓഫീസ് പോകണം. എന്നായിക്കോട്ടെ. പിന്നെ നാളെ ഞായറാഴ്ച ക്ലാസ് മറക്കണ്ട. ഓക്കെ ഇൻഷാ അല്ലാ ശ്രമിക്കാം. നല്ല ക്ലാസ് ആണ്. ഓക്കെ. ഷെഫീഖ അന്നപ്പോ തീരെ ക്ലാസ്സിനൊന്നും കാണുന്നില്ലല്ലോ. എന്താ ഇത് കഥ? ഇങ്ങനെ കായാ മതിയോ? അത് മൈകാക്ക ഒന്നും ഉണ്ടായിട്ടല്ല. ഇതേ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് സമയമാവും. പിന്നെ വന്നു കഴിഞ്ഞാൽ ഇപ്പാനിട്ട് കണ്ട് പുറത്തിറങ്ങാനുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പം തന്നെ. അതുകൊണ്ടാണ് തിരക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ക്ലാസ്സിനും കാര്യങ്ങളും പങ്കെടുക്കാൻ പറ്റുമോ? ഇതൊക്കെ എന്തായാലും നിർബന്ധമുള്ള കാര്യമല്ലേ. ഇനിയിപ്പോൾ നാളത്തെ മറക്കണ്ട. നാളെ ഞായറാഴ്ച നല്ല ക്ലാസ്സാ. നേരത്തെ തന്നെ വന്നാടിട്ടാ. ഇൻഷാ അല്ലാ ഞാൻ നോക്കട്ടെ. ഞാൻ മാക്സിമം ശ്രമിക്കാം ട്ടാ. പോലെ ഇജിപ്പോൾ എവിടുന്ന വരുന്നത്? ഞാൻ എനിക്കും ഉപ്പാക്കും 1-2 ഷർട്ടുകളൊക്കെ എടുത്തിട്ട് വരികയാണ്. ഇത് കണ്ടില്ലേ, ഇത് നല്ല ഷർട്ടുകളാണ്. ഇപ്പാക്ക് ആണെങ്കിലും ഇപ്പോൾ പുറത്തിറങ്ങണില്ല എന്ന് പറഞ്ഞാലും ഇപ്പാക്ക് എപ്പോഴും ഇതേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതൊരു വില കുറവിൽ കിട്ടിയപ്പോൾ എനിക്കും 1-2 ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനെ എടുത്തതാണ്. അല്ല ഷെഫീഖേ, ഇന്ന് ഏതാ ദിവസം എനിക്ക് ഓർമ്മയുണ്ടാ? ഇന്ന് ശനിയാഴ്ച അല്ലേ? ശനിയാഴ്ച ഡ്രസ്സ് എടുക്കാൻ പാടണ്ട. അല്ല മൈകാക്ക, എന്താ ശനിയാഴ്ച എന്താ ഡ്രസ്സ് എടുത്താലെന്താ? അത് തന്നെ പറഞ്ഞത്. ഇജ് ക്ലാസ്സിനും വരണ്ട, വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ട് നോക്കും വേണ്ട. ഇതൊക്കെ നോക്കണം, എന്നാലേ അങ്ങനത്തെ കാര്യങ്ങൾ തിരിയുള്ളൂ. വാട്സപ്പിൽ എന്ത് വരിക? അതാ പറഞ്ഞത്. വാട്സപ്പ് നോക്കണം. ഇതൊന്നും ഇജ്ജ് കണ്ടിട്ടില്ല. എന്നാ അതൊന്ന് നോക്കാ ജി. ഇതൊന്ന് കണ്ടു നോക്കാം. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ജി കാണണം. ഇതാ ഇതൊക്കെ കാണാത്തതാണ് എന്റെ കുഴപ്പം. ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങുന്നത്, ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങുകയും അതോടൊപ്പം തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ആദ്യമായി വസ്ത്രം എടുക്കുകയും ചെയ്താൽ അത് വളരെ പ്രയാസകരമാണ്. ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങുകയോ ശനിയാഴ്ച ദിവസത്തിൽ ആദ്യമായി എടുക്കുകയോ ചെയ്താൽ അവൻ നിത്യരോഗാകാൻ ഇതൊക്കെ മതി.